ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ കറിയാണ്. അതിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ സിമ്പിളാണ്. ഒരു ചട്ടി എടുക്കുക, ചട്ടി ചൂടാകുമ്പോൾ നല്ല അടിപൊളി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വൈഫിൻ്റെ റെസിപ്പിയാണ്, ജസ്റ്റ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ചട്ടി ചൂടായി എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അതിൽ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സവോള എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും ചെറിയുള്ളി യൂസ് ചെയ്യുക. ചെറിയുള്ളിയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം സവോള യൂസ് ചെയ്യുക. പിന്നെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഒന്ന് ആയി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി മീൻ കറിയും രാവിലെ തന്നെ അപ്പം, നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ മാവ് സൈഡിലായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ല സെറ്റായി വരുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്, കണ്ട. വീണ്ടും നമ്മൾ 2, 3, 4 മിനിറ്റ് ഇതൊന്ന് മൂത്ത് ഈ മസാലയൊക്കെ ഒന്ന് ഇതായി വരുന്ന ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തേങ്ങ അരച്ചതാണ്. തേങ്ങ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല. ശരിക്കും തേങ്ങാപ്പാല ശരിക്കും യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ കട്ടി കൂടാനും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ അരച്ചത് ഉപയോഗിച്ചത്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ പുളിവെള്ളം, നല്ല നോർമൽ പുളിയാണ്, കുടംപുളിയല്ല, നോർമൽ പുളി. അപ്പോൾ അതൊക്കെ നല്ലപോലെ ആയിരുമ്പോൾ നമ്മൾ 1-ാം പാലല്ല, 2-ാം പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഇതിൽ യൂസ് ചെയ്ത ഫിഷ് നമ്മുടെ കായലിൽ കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ മീൻ കുറവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കുറച്ചേ ഉള്ളൂ. ജസ്റ്റ് തലയും 2 വാലും മാത്രമേ ഉള്ളൂ. മീൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കൂട്ടണം. നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെയും അരപ്പിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടണം. അപ്പോൾ ഇത് ഞാൻ ഈ 4-5 കഷ്ണത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മീനൊക്കെ തിളച്ച് റെഡിയായി വരുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പിലയോ വേപ്പിലയോ എന്താ നിങ്ങൾ പറയുക ചില സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയോടെയുള്ള 1-ാം പാൽ. ശരിക്കും ഈ കറി ഉണ്ടല്ലോ, നമ്മൾ രാവിലെ വെച്ചേക്കണം. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നല്ലപോലെ മീനിലൊക്കെ ആ മസാലയൊക്കെ ഇറങ്ങി പിടിക്കും. അവസാനം നമ്മുടെ ഫൈനൽ ടച്ചിന് വേണ്ടി നമ്മുടെ വെളിച്ചെണ്ണ ജസ്റ്റ് ഒരു സ്പൂൺ മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് നെയ്മീനിൽ ചെയ്യാം കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ഏരിയയാണ് ഉപയോഗിച്ചത്, കായൽ ഏരിയയാണ്, കടൽ ഏരിയ അല്ല. പിന്നെ ഞാൻ അപ്പം കൂട്ടിയിട്ടാണ് അടിച്ചത്. ചോറിൻ്റെ ഒപ്പം സംഭവം ഉഷാറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പി വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻസിൽ അറിയിക്കുക. ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടായി എന്നുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടി എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. చూడు